വരുണിന്റെ തിരോധാനം പോലീസിന് ഒരു തുമ്പും കിട്ടി. വരുണിന്റെ അല്ല, ഒരു തുമ്പും കിട്ടിയില്ലെന്ന് പറഞ്ഞ. അല്ല അമ്മ എൻ്റെ അമ്മയല്ലേ. വരുണിന്റെ കാര്യം പറയുമ്പോൾ അമ്മ എന്തിനാ ഇത്ര ഇതാവുന്നത്? അതും അറിയണ്ടടാ. മര്യാദയ്ക്ക് പിള്ളേരെ വളർത്തണമായിരുന്നു. മര്യാദയ്ക്ക് വളർത്താൻ പോലെ ആരും ഒന്നും പറയണ്ട. നമ്മളമ്മ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. സോ ഇറ്റ്സ് മീ അഖിലനാടി വിത്ത് ആശ ശരൺ. ഹലോ. ഹായ് മാം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? മാം നല്ല ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? ഭയങ്കര നല്ല വിശേഷം. അതെ, ദൃശ്യം 3 ഒക്കെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാനൊരു ചെറിയ കാര്യം ചോട്ടെ. ദൃശ്യം 3 ഇപ്പൊ ഇറങ്ങുന്നില്ല, കുറച്ചുകൂടെ സമയമുണ്ട്. അതിന്റെ കഥ നിശ്ചിച്ചു പറഞ്ഞു ഉള്ളൂ. ആശകളായിരം. ആശകളായിരം. അതെ, ആശ ചേച്ചിയും ഞങ്ങളെല്ലാം അഭിനയിച്ച പടമാണ് ആശകളായിരം. അതെ, ഫെബ്രുവരി 6 തിയേറ്റർ വരാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആണ്? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അഖിലിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ ചിത്രമാണ് എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചിത്രം, ശരിക്കും പറഞ്ഞാൽ എന്റെ സെക്കൻഡ് ചിത്രമാണ്. ഫസ്റ്റ് പടം മഹാരാജ ഹോസ്റ്റൽ. ഓ ശരി. അത് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇറങ്ങാൻ പോകുന്ന ഫസ്റ്റ് പടം. എങ്ങനെയുണ്ടായിരുന്നു അഖിൽ? ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആശമാമ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ അറിയാതെ വന്നു പോകുന്ന ആശേച്ചി നല്ല. ചുമ്മാ നിങ്ങളുടെ മുമ്പിൽ വെറുതെ കള്ള ബഹുമാനം കാണിക്കുന്നതാണ്. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ ക്യാമറ ഫിയർ ചെറുതായിട്ടുണ്ട്. എന്തിന്? അതറിയത്തില്ല. പക്ഷെ അത് വെറുതെ തോന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സമയത്ത് പോലും അഖിലിനൊരു ഫിയർ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ വെച്ച് ഇത്രയധികം പ്രേക്ഷകരുള്ള ആളാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്നാണ്. അതാണ് ഇപ്പൊ ജയറാമേട്ടനും കാളിദാസും മദ്യപിച്ചിട്ട് പോയിട്ട് അതാണ് ആക്ടിങ് എന്ന് പറഞ്ഞത്. അപ്പൊ നിന്റെ ആക്ടിങ് ശരിക്കും ഇതായിരുന്നു. പക്ഷെ നല്ല രസമായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഞാനത് നേരിട്ട് വിറ്റ്നസ് ചെയ്ത ഒരാളാണ്. ഭയങ്കര രസമായിരുന്നു. സീൻസ് ഒക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഡയറക്ടർ പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി. സ്വന്തം ഇതൊക്കെ ഞാൻ പറഞ്ഞു പറയുന്നില്ല, ശരിക്കും പറയുന്നത് ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രോമിസിങ് ആക്ടറായിട്ട് വരുന്ന എനിക്ക് ഉറപ്പുള്ള ഒരാളാണ്. അല്ല, മാമിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം മാമിനെ കാണുമ്പോൾ വിചാരിച്ചു ഭയങ്കര എന്താ പറയാ, സിനിമയിലൊക്കെ കാണുമ്പോൾ നല്ല ബോൾഡാണ്. കുറച്ച് ജാട കാണും, അല്ലെങ്കിൽ നമുക്ക് കമ്പനി ആവാൻ പറ്റത്തില്ലെന്നൊരു തോന്നലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നിന്നപ്പം ഫസ്റ്റ് നമ്മുടെ ഗ്രൗണ്ടിൽ ഷൂട്ടില്ല, ഗ്രൗണ്ട് ഷൂട്ട് നിന്നപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുക വിടണോ വേണ്ട, ഒരു ഡൗട്ട് ചെയ്യുന്നു. മാമിന് വന്നിട്ട് വൈകിട്ട് തട്ടിട്ട് സൺസ്ക്രീൻ ഇട്ടണം കേട്ടോ, വെയിലിരിക്കുന്നുണ്ട്. സൺസ്ക്രീനോ കാര്യം? അങ്ങനെ വെയിലത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ സൺസ്ക്രീൻ ഒന്നും ഇല്ലാതിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയാ പറഞ്ഞു. എപ്പോഴും തട്ടിട്ട് അപ്പൊ അത്ര സിമ്പിൾ ആയിരുന്നു. അങ്ങനെ അത് വിചാരിച്ചു. ഒരു കുടുംബം പോലെ. അപ്പൊ ഞാനും ജയറാമേട്ടനും കാളിദാസും സൂര്യയും ഒരു കുടുംബമാണ്. പക്ഷെ അതിന് ചുറ്റിപ്പറ്റി കുറേ നല്ല കൂട്ടുകാരും കുടുംബങ്ങളൊക്കെ ഉള്ള ഒരു ഫൺ മൂവിയാണ്. ശരിക്കും ഇവർ സംസാരിക്കുന്ന പല ഭാഷകളും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ജെൻസി കിഡ്സിന്റെ സംസാരങ്ങളും പല പല എക്സ്പ്രഷൻ ഞാൻ മാറി നിന്ന് നോക്കുന്നു, ഇവരെന്താ പറയണേ, എന്താ സംസാരിക്കുന്നത്. അവരെ കൂട്ടത്തിൽ കൂടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു തന്നു. ഡാൻസ് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതെ, ഞാൻ പഠിക്കണം. എങ്ങനെയാ വരേണ്ടത് അത് നമുക്ക് നോക്കാം. പഠിപ്പിച്ചു തരാൻ എനിക്ക് നല്ലപോലെ അറിയാം. കാരണം സോങ് ഇറങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഡാൻസ് നല്ല രസമുണ്ട്. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, എന്റെ കൂടുതൽ കളിച്ചോണ്ടായിരിക്കും പല ഷോട്ടും കട്ട് ചെയ്ത്. ഇനി ഒരു സോങ്ങും കൂടെ വരാനുണ്ട്. വൺ ഡാൻസിൽ ഒരു സോങ് വരാനുണ്ട് കേട്ടോ. നമ്മുടെ ഗോകുലം മൂവീസിനെ കുറിച്ചാണ്. ഇവിടെ പൈസക്ക് ഉപരി നല്ല പടം ചെയ്യണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പല മൂവീസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലും ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി അത് നല്ല മൂവീസ് ആൾക്കാർ കൊടുക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അത് ഇത്തവണ നമ്മളിത് ഇതുകൊണ്ട് അങ്ങനെ നല്ല മനസ്സുള്ള ഗോപാലേട്ടനും ആ ഒരു കംപ്ലീറ്റ് ടീമിനും വലിയൊരു കയ്യടിയുണ്ട് തീർച്ചയായിട്ടും. ഈ സിനിമയിൽ നമ്മള് അവർക്ക് പൈസ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അടുത്ത പടത്തെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞാൽ മാത്രമേ ഗോകുലത്തിന്റെ അടുത്ത സിനിമയിൽ അഖിലിനെ വിളിക്കുമെന്നൊരു പ്രതീക്ഷയിലല്ലേ? സത്യത്തിൽ പറയാൻ അല്ലല്ല, ശരിക്കും പറയാൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഗോകുലം മൂവീസിന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇങ്ങനെ ഒരു സംഭവം. ഒരു കാര്യമാണ് ചോദിച്ചു, ഇപ്പൊ സിനിമ പുറത്തു നിന്ന് കാണുകയും അല്ലെങ്കിൽ അതിനെയൊക്കെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ. ഇപ്പൊ അകത്ത് വന്ന് അഭിനയിച്ച് അതിന്റെ ഒരു എൻറ്റയർ നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? സത്യം പറഞ്ഞാൽ റീലൊക്കെ എടുക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ ഇപ്പം ഒരു ഷോട്ട് എടുക്കണേ തന്നെ ഭയങ്കര പ്രിപ്പറേഷൻസ് അല്ലേ. ലൈറ്റ് വെക്കണം, ടൈം നോക്കുന്നു, പിന്നെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിന്റെ പല കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ ആക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ഇപ്പൊ ചെയ്ത സംഭവങ്ങൾ നമ്മൾ ചിലപ്പോൾ 3, 4, 5 വട്ടമൊക്കെ റീടേക്ക് എടുക്കുന്നു, നല്ല നോക്കി എടുക്കുന്നു, ജസ്റ്റ് അവിടെ സ്പോട്ട് എഡിറ്റ് ചെയ്ത് നോക്കുന്നു,
ശരിയായില്ലേ വീണ്ടും ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വലിയ ലോങ് പ്രോസസ് ആണ്. അതെ അതെ. അത് ഞാൻ വിചാരിച്ച പോലെ അല്ല, എനിക്കറിയില്ലായിരുന്നല്ലോ. നമ്മുടെ കൂടെ നിൽക്കുന്നവർ നല്ല ഫ്രണ്ട്ലി ആണെങ്കിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആണെങ്കിൽ നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അത് ശരിയാണ്. കാളിബ്രോടെ ഏറ്റവും കൂടുതൽ സീൻ അഭിനയിച്ചത് കാളിയുടെ കൂടെയാണ്. പുള്ളി നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. ഇനി എൻ്റെ ഒരു എപ്പോഴും എനിക്ക് നിങ്ങളുടെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തുള്ള ഒരു സംശയമാണ്, എല്ലാ സമയത്തും ഇത്രയും കണ്ടന്റ് എങ്ങനെയായിരിക്കും ഇവർ കണ്ടുപിടിക്കേണ്ടാവുക? ഞാനൊക്കെ ഒരു ഡാൻസിൻ്റെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പം ഒരു കണ്ടന്റ് എടുത്ത് അതിനെപ്പറ്റി ആലോചിച്ച് മാസങ്ങളോളം ആലോചിച്ച് അത് ഇരുന്ന് കൊറിയോഗ്രാഫി അങ്ങനെയൊക്കെയാണ് ഡാൻസിൻ്റെ ഓരോ കണ്ടന്റായിട്ട് നമ്മൾ പുറത്ത് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഇത്ര പെട്ടെന്ന് ഇത്ര കണ്ടന്റ് ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി അങ്ങനെ ചെയ്യാൻ പറ്റും? എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. എനിക്കല്ല, എൻ്റെ കുടുംബം, ആശാ ശരത് കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനല്ല അതിൻ്റെ പുറകിലൊന്നും ഉള്ളത്, എൻ്റെ മക്കളാണ്, എൻ്റെ മൂത്ത മകളാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത്. ആദ്യമൊക്കെ ആ ഒരു കോവിഡ് ടൈമിലൊക്കെ 2-3 വ്ളോഗും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇറ്റ്സ് വെരി ഹാർഡ് അത് ചെയ്യുക. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ പങ്കു ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ദൂരെ നിന്ന് മാറി നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, റീല് ചെയ്യുന്നതൊക്കെ. എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു എനർജിയും ആ ഒരു തോട്ട് എങ്ങനെയുണ്ടാവും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്ത് ആദ്യം തുടങ്ങിയത് നമ്മുടെ ഒരു ചെറിയ പാഷൻ പോലെ ചെയ്ത്, പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു പ്രൊഫഷൻ ആക്കാൻ പറ്റിയൊരു ഫീൽഡാണ്. പിന്നെ എന്നെ പ്രൊഫഷനായിട്ട് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്ന പോലെയാണ് ഞാൻ പിന്നെ ചെയ്തു തുടങ്ങുന്നത്. കാരണം സ്ഥിരം അന്നേരം നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മൾ കണ്ടുപിടിക്കുക എവിടെയെങ്കിലും കണ്ടന്റ് ഇങ്ങനെ. കാരണം 24 മണിക്കൂർ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങളും എന്തൊക്കെ നടക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു കമന്റ് സെക്ഷനിലായിരിക്കും ഒരു കണ്ടന്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടട്ടെ. ഇത്രയും പ്രേക്ഷകർ ഉള്ള ഒരു വലിയൊരു ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരണ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക് യു കേട്ടോ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫാനാണ്. നിങ്ങൾ ഇത്ര സമയം എടുത്തത് കണ്ട് എൻജോയ് ചെയ്ത് അതിന് റിയലി തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമയും കാണണം എല്ലാവരും. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള ഒരുപാട് ചെറുപ്പക്കാരുള്ള ഒരു ചിത്രമായിരിക്കും. ആശകളായിരുന്നു. ചേച്ചി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനിടയിലൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ആ നെഗറ്റീവ് കമന്റ്സിനൊക്കെ ചേച്ചി എങ്ങനെയാണ് നേരിടുന്നത്? അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരാളുടെ ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമാണ്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പൊ പറയാനുള്ളവർ അത് പറയും. അത് മനസ്സിലേക്ക് എടുക്കണോ, അത് ഈ ചെവി കൂടെ കെട്ടി ഈ ചെവിയിൽ കളയണമെന്ന് നമ്മൾ തീരുമാനിക്കണം എന്നുള്ളതാണ്. ഒന്നും മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. മറ്റൊരാളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടല്ലോ നമ്മളൊന്നും ജീവിക്കുന്നത്. ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ അഭിപ്രായം നല്ലതാണ്, തിരുത്താനുള്ള കാര്യമാണെങ്കിൽ അത് തിരുത്തണം. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനൊരു ടെൻഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ പല കമന്റുകൾ വരും. ആ കമന്റുകൾ ഇതിലേക്കിട്ട് ഇതിലേ വിടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില കമന്റുകൾ നമ്മളത് വായിച്ച് പറഞ്ഞ് ചിരിക്കുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ എപ്പോഴും അതൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന ആളാണ് അതായിരിക്കുന്നത്. അതൊക്കെ നോക്കി വേറൊരാളും കൂടെ ഉണ്ട് അവിടെ നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് എല്ലാവരും ഫണ്ണാക്കി എടുത്താൽ മതി. മറ്റൊരാളുടെ അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങേരുടെ മാത്രമായിട്ടുള്ള ഒരു ഇല്ല. ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല. ഞാനത് കേൾക്കാറ്. എല്ലാ കമന്റ്സും വായിച്ച് അങ്ങനെ പോകുന്ന സ്വഭാവം എനിക്കില്ല. ഒന്നാമത് ഞാൻ സോഷ്യൽ മീഡിയയുടെ ആളല്ല. വല്ലപ്പോഴും ഒക്കെ ഇതൊക്കെ കാണും കേൾക്കും എന്നല്ലാതെ ഇതിനകത്തുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മക്കളൊക്കെയാണ് ഇതൊക്കെ പരിപാടികൾ ചെയ്യുന്നത്. ഈ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ കാണുന്നത്. അത്രേ ഉള്ളൂ. ഇത്രയും ഒരു സീരിയസ്നെസ് അതിന് അങ്ങനെ കൊടുക്കാറില്ല. അഭിപ്രായങ്ങൾ എല്ലാത്ത കാര്യത്തിലും ഉണ്ടാവുമല്ലോ. ഒരാൾ ഒരു കൊലപാതകം നടത്തിയാൽ പോലും ശരിയാണ് തെറ്റാണെന്ന് 2 തരത്തിലും പറയുന്ന ആൾക്കാരുണ്ടാവും. സോ അതിന് ആ രീതിയിൽ എടുത്താൽ മതി. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഡിസിഷൻ ഉള്ളപ്പോൾ നമ്മൾ എല്ലാവരും അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ എല്ലാവരും പറയുന്നത് ഒരു പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. തിരുത്താൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് തിരുത്താം. അല്ലാത്ത കാര്യമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഇറ്റ്. എങ്ങനെ ആക്കില്ല ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ ഹാൻഡിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 500 പേരെ ഇപ്പൊ തന്നെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. സീരിയസ്ലി പേരെ ബ്ലോക്ക് ചെയ്യും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ വീഡിയോസ് ഞാൻ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യാറ്. ഞാൻ അങ്ങനെ വലിയ ഈ പറഞ്ഞ ഹൈ കണ്ടന്റുകൾ ചെയ്യാറില്ല. കുഞ്ഞു കണ്ടന്റ്സ് ആണ് ചെയ്യാറ്. കൊച്ചു പിള്ളേർക്ക് കണ്ടന്റ് ഇഷ്ടപ്പെടുന്നിട്ടുള്ള കണ്ടന്റ്സ് ആണ് ചെയ്യാറ്. അവരാണ് ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് ദഹിക്കത്തില്ല. ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാറില്ല. ചിലപ്പോൾ ഒന്ന് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇങ്ങനെ ഇടും. അപ്പം ചിലർക്ക് ഈ നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് വീണ്ടും നെഗറ്റീവ് ഇടാൻ വേണ്ടി തോന്നും. ചിലർക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എനിക്കൊരു ഏകദേശം ഒരു 500 പേരെ ഞാനങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അക്കൗണ്ടിൽ ഒരു പ്രശ്നമില്ല. ആരും നെഗറ്റീവ് കമന്റ് പറയാറില്ല, ഇടാറില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവർ തന്നെ വന്നിട്ട് സ്ഥിരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഒരേ ടീമനാണ് അവർക്ക് ഇഷ്ടമല്ല അവരിങ്ങനെ വന്നിട്ടുകൊണ്ടിരിക്കും.
അതിനേക്കാളും നല്ല അവർ കാണണ്ട. അത്രേ ഉള്ളൂ. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അതൊരു അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അഖിലിനുണ്ട്. അത്രേ ഉള്ളൂ. ഞാനത് യൂസ് ചെയ്തവരെ കളഞ്ഞു. അപ്പൊ സേഫ് ആയിട്ട് ഇങ്ങനെ ഒരു 100 ആശകളും മോഹങ്ങളും കൊണ്ട് നടക്കുന്നവരാണ്. പേര് തന്നെ ആശിച്ചിട്ട് പേരിട്ടേക്ക് അതന്നെ, ആശകളായിരുന്നു. കഥാപാത്രത്തിന്റെ പേരും ആശ എന്നാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി മോഹങ്ങളുള്ള കുറെ ഇതുപോലുള്ള ചെറുപ്പക്കാരുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷൻ, എൻ്റെ ജയറാമേട്ടൻ്റെ ജനറേഷനിലുള്ള ഒരുപാട് പേരുടെയും ഒക്കെ ആശകളുള്ള മോഹങ്ങളുള്ള ഒരു ചിത്രമാണ്. പ്രജിത്തേട്ടനാണ് സംവിധാനം. വടക്കൻ സെൽഫി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2ാമത്തെ ചിത്രമാണ്. ജൂഡാണ് സ്ക്രിപ്റ്റ് ചെയ്ത്. ജൂഡിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട, ജൂഡാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചൂടായിട്ട്. അതെ അതെ, ജൂഡാണ്. അരവിന്ദ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഇതുപോലെ പുതിയൊരു പയ്യനെ കൂടെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്കൊക്കെ തന്ന ഗോകുലത്തിന് വലിയൊരു നന്ദി. അപ്പൊ സിനിമ കാണുക, എല്ലാവരും കണ്ട് അനുഗ്രഹിക്കുക, ആസ്വദിക്കുക. തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടിട്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ വ്ളോഗിൽ ഞാനും കൂടെ നോക്കാം കേട്ടോ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയാം. ഇദ്ദേഹത്തിന്റെ അരങ്ങേറ്റമാണ്, ആദ്യത്തെ ചിത്രമാണ്. ഞാൻ കുറച്ച് ചിത്രങ്ങൾ ചെയ്തു. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാവരും. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിലൂടെ അഖിലിന്റെ വീട്ടിലൂടെ വന്ന് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും സിനിമ കാണണം. February 6th മൂവി റിലീസ് ചെയ്യുന്നത്. വിജയിപ്പിക്കാം.